ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് കുറുമാത്തൂർ പഞ്ചായത്തിൽ ചെറുതേനീച്ച വളർത്തൽ ഒരു പഠനം എന്നതാണ്. ഇന്ന് ഈ ചെറുതേനീച്ചകളെ മുളയിലും കലത്തിലുമൊക്കെ വളർത്തുമ്പോൾ വളരെ പ്രയാസകരമാണ്, കോളനി വിഭജിക്കുന്നതിനും തേനെടുക്കുന്നതിനുമൊക്കെ. അതിനു പകരമായി ഇങ്ങനെയുള്ള PVC പൈപ്പിൻ്റെ കൂടുകളിലും മരത്തിൻ്റെ കൂടുകളിലും വളർത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് ഞങ്ങൾ നിർമ്മിച്ച PVC പൈപ്പ് കൊണ്ടുള്ള കൂടാണ്. ഇത് ചെറുതേനിൻ്റെ പല സാമ്പിളുകളാണ്. കേരള കർഷകരിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് ലഭിച്ച വിവരം, ഈ ചെറുതേനീച്ചയ്ക്ക് തേൻ ലൈന് നൽകുന്നത് വളരെ നല്ലതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് പുറത്തു വെച്ച് നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് തോന്നി എന്തുകൊണ്ട് ഉള്ളിൽ വെച്ച് തന്നെ നൽകിക്കൂടാ എന്ന്. അങ്ങനെയാണ് ഈ കൂടും ഈ ഉപകരണവും ഞങ്ങൾ രൂപം നൽകിയത്. ഇതിലൂടെ നമുക്ക് ചെറുതേനീച്ചയ്ക്ക് തേൻ ലൈന് നൽകാനാവുന്നതാണ്. ഇവിടെ ഈച്ച വന്ന് കുടിക്കുന്നതാണ്. ഇത് ഉറുമ്പ് കയറാത്ത സ്റ്റാൻഡാണ്. ഇന്ന് ഉറുമ്പ് കോളനി വിഭജിച്ചതിന് ശേഷവും തേനെടുത്തതിന് ശേഷമെല്ലാം ഈ കോളനിക്ക് ശക്തി കുറവായിരിക്കും. ഈ സമയത്ത് ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടുതലായിരിക്കും. അന്നേരം ഈ മര സ്റ്റാൻഡില്ലേ, അതിൻ്റെ അടിയിൽ ഉറുമ്പ് പൊടിയിടുക. അതിന് പകരമായിട്ട് ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത ഒരു സ്റ്റാൻഡായത്. ഇതിൻ്റെ അടിയിൽ നമുക്ക് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പിട്ട് വെക്കുക, കൊതുക് വരാതിരിക്കാൻ. ഇത് കോളനി വിഭജിക്കുമ്പോൾ നമ്മളെ കടിച്ചിട്ട് ഈച്ച ചാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. മുഖം മൂടിയാണ്. അതുപോലെ തന്നെ ഈ കുപ്പിയിലേക്ക് ഈച്ചേനെ ആക്കുന്ന ഒരു വഴി കൂടിയുണ്ട്. തട്ടിയിട്ട് കടിക്കുന്ന ഈച്ചകളെ ഇതിലേക്കാക്കി നമുക്ക് കോളനി ഉപയോഗിക്കുകയോ തേനെടുക്കുകയോ ചെയ്യാനാവുന്നതാണ്. ഇത് ഇൻക്യുബേറ്റർ, അതായത് മുട്ടകളെ ആർട്ടിഫിഷ്യലായിട്ട് വിരിച്ചെടുക്കുന്ന ഒരു മെഷീനാണിത്. മൊത്തത്തിലൊരു 30 ട്രേ ആണിത്. 120 മുട്ട വരെ നമുക്ക് ഇതിൽ ഒറ്റയടി വിരിച്ചെടുക്കാൻ പറ്റും. 18 ദിവസം കൊണ്ട് കാടമുട്ടകൾ വിരിഞ്ഞിറങ്ങും. അതായത് ഇതിൽ 120 മുട്ട വരെ വിരിച്ചെടുക്കാൻ പറ്റും, അറ്റ് എ ടൈം വിരിച്ചെടുക്കാൻ പറ്റും. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൽ ടെമ്പറേച്ചർ വരുന്നത്. പിന്നെ ഈ തുണി നനച്ചിടുന്നത് വെച്ചാൽ ഹ്യൂമിഡിറ്റി ഇടാണ് നനവ്. അതൊരു ഫാനുണ്ട്, ആർട്ടിഫിഷ്യൽ ഫാൻ. അതിവിടെ സ്വിച്ച് ഓൺ ആക്കിയാൽ ഫാൻ കറങ്ങും. ആ ഫാനിലൂടെ ഈ നനച്ചിട്ട തുണിയിലുള്ള ആർദ്രത ഈ റൂമിലാകെ പരക്കും. അപ്പോൾ അവയ്ക്ക് വേണ്ട ഹ്യൂമിഡിറ്റി കിട്ടും. 85 to 90 ആണ് അതിൻ്റെ ഹ്യൂമിഡിറ്റി. ഞങ്ങളുടെ പ്രൊജക്ടിന്റെ പേര് കൂത്താടി നശീകരണത്തിൽ സസ്യങ്ങളുടെ പങ്ക് ഒരു പഠനം എന്നതാണ്. കൊതുകിന്റെ കൂത്താടികളെ നശിപ്പിക്കുന്നതിലൂടെ സസ്യങ്ങളിലൂടെ എങ്ങനെ നശിപ്പിക്കാം എന്നാണ് ഞങ്ങൾ ഇതിലൂടെ തെളിയിക്കുന്നത്. ഇതിനായിട്ട് ഉയർന്ന കൂത്താടി നാശന സ്വഭാവമുള്ള 10 ചെടികൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. തിരുക്കള്ളി, കർലാണക്ക്, വയാരവല്ലി, ചിത്തിരപ്പാല, അരളി, കശുമാവ്, ചിരാവണക്ക്. ഇതിലേറ്റവും നല്ല ഒരു കൂത്താടി നാശന സ്വഭാവമുള്ള ചെടിയാണ് കൊയ്ന. ഈ കൊയ്നയുടെ ഇല ചതച്ചരച്ച് വെള്ളത്തിൽ കലക്കിയ ലായനി നമുക്ക് കൂത്താടികളുള്ള വെള്ളത്തിൽ തളിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ കൂത്താടികൾ നശിക്കുകയും മറ്റ് ജലജീവികൾക്കൊന്നും യാതൊരു ദോഷവും വരുത്തുന്നില്ലതാണ്. ഗണിതശാസ്ത്രമേളയിലെ ചില ഇനങ്ങളിലേക്ക് ഇവിടെ അവതരിപ്പിച്ചത് വൃത്തകേന്ദ്രവും അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളുമാണ് ഇവിടെ അവതരിപ്പിച്ചത് വർക്കിംഗ് മോഡലായിട്ട്. ഇതൊരു വൃത്തമാണ്. ABCD എന്നീ 4 ബിന്ദുക്കൾ വൃത്തത്തിലെ 4 ബിന്ദുക്കളാണ്. BD എന്നീ 2 ബിന്ദുക്കൾ വൃത്തത്തെ 2 ചാപങ്ങളായി ഭാഗിക്കുന്നു. BAD എന്ന ഒരു ചാപവും BCD എന്നൊരു ചാപവും. BCD എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ 120 ആയപ്പോൾ ആംഗിൾ BAD 60 ആയി. 100 ആയപ്പോൾ 50 ആയി. 140 ആയപ്പോൾ 70 ആയി. അത് ഈ ചാപത്തിൽ എവിടെയായിരുന്നാലും 70 തന്നെ ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ കണ്ടത് എല്ലായ്പ്പോഴും BCD എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും ആംഗിൾ BAD. അതായത് ഒരു ചാപം അതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയായിരിക്കും ആ ചാപം മറുചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോൺ. BD എന്നീ 2 ബിന്ദുക്കളെ ചേർത്ത് ഒരു രേഖ വരച്ചാൽ BAD എന്നൊരു വൃത്തഖണ്ഡവും BCD എന്നൊരു വൃത്തഖണ്ഡവും ലഭിക്കും. ഇപ്പോൾ BAD എന്ന വൃത്തഖണ്ഡത്തിലെ കോൺ 60 ഡിഗ്രിയാണ്. അത് ഈ വൃത്തഖണ്ഡത്തിൽ എവിടെയായിരുന്നാലും 60 ഡിഗ്രി തന്നെ ആയിരിക്കും. 70 ആകുമ്പോൾ അത് എപ്പോഴും 70 തന്നെ ആയിരിക്കും.
അതായത് ഒരു വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ 70 ആവുമ്പോൾ ഇവിടെ 110 ഡിഗ്രി. ആംഗിൾ BAD 80 ആവുമ്പോൾ 100 ഡിഗ്രി ആയിരിക്കും മറുചാപത്തിലെ കോൺ. 90 ആവുമ്പോൾ 90 തന്നെ ആയിരിക്കും. 100 ആവുമ്പോൾ 80 ആയിരിക്കും. അതായത് മറുഖണ്ഡങ്ങളിലെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. മറുഖണ്ഡങ്ങളിലെ കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. BAD എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ 180 ആവുമ്പോൾ അതൊരു അർദ്ധവൃത്തമാകുന്നു. അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. കാരണം അതിന്റെ മറുചാപവും ഒരർദ്ധവൃത്തം തന്നെയായിരിക്കും. അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രകോൺ എപ്പോഴും 180 ആയതുകൊണ്ട് അർദ്ധവൃത്തത്തിലെ കോൺ 180ന്റെ പകുതി 90 ഡിഗ്രി ആയിരിക്കും. അർദ്ധവൃത്തത്തിൽ എവിടെയാണേലും അത് 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി ഈ കോൺ അർദ്ധവൃത്തത്തിനുള്ളിലേക്ക് വരും തോറും 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിക്കൊണ്ടേയിരിക്കും. അത് വൃത്തത്തിലേക്ക് വരും തോറും 90 ഡിഗ്രിയോട് അടുക്കുകയും വൃത്തത്തിലാവുമ്പോൾ 90 ഡിഗ്രി ആവുകയും പിന്നെ അത് വൃത്തത്തിന് പുറത്തോട്ട് പോകും തോറും 90 ഡിഗ്രിയേക്കാൾ കുറഞ്ഞു വരികയും ചെയ്യും. ABCD എന്നീ 4 ബിന്ദുക്കളെ കൂട്ടി യോജിപ്പിച്ചാൽ ഒരു ചതുർഭുജം ലഭിക്കും. ഈ ചതുർഭുജത്തിന്റെ 4 ശീർഷങ്ങളും വൃത്തത്തിലായതിനാൽ ഇതിനെ ചക്രീയ ചതുർഭുജം എന്ന് പറയും. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇത് 70 ആവുമ്പോൾ ഇത് 110 ആവുന്നു. 60 ആവുമ്പോൾ 120 ആവുന്നു. 50 ആവുമ്പോൾ 130 ആവുന്നു. അതുകൊണ്ട് ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക എപ്പോഴും 180 ആയിരിക്കും. ഒരു ചതുർഭുജത്തിന്റെ 4 കോണുകളുടെയും തുക എന്ന് പറയുന്നത് 360. ഈ 2 കോണുകളുടെ തുക 180 ആയി കഴിഞ്ഞാൽ ബാക്കി 2 കോണുകളുടെയും തുക ഓട്ടോമാറ്റിക്കായിട്ട് 180 തന്നെ ആയിരിക്കും. 4 ശീർഷങ്ങൾ വൃത്തത്തിലും ഒരു ശീർഷം വൃത്തത്തിനുള്ളിലുമായ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അത് വൃത്തത്തിലേക്ക് വരും തോറും 180നോട് അടുക്കുകയും വൃത്തത്തിലാവുമ്പോൾ അതിന്റെ തുക 180 ആവുകയും ചെയ്യുന്നു. വൃത്തത്തിന് പുറത്തേക്ക് പോകും തോറും 180നേക്കാൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും.